കേട്ടത്. മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണത്തിലേക്ക്. 170-ലധികം മൃതദേഹങ്ങൾ അവിടെ നിന്നും, നമ്മുടെ നിലമ്പൂരിൽ നിന്നും, അതോടൊപ്പം തന്നെ വാസ്തവത്തിൽ അതിൻ്റെ ഒരു മൃതദേഹങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതുള്ളത് കൊണ്ടൊരു ഫൈനലായിട്ടുള്ളൊരു കണക്ക് നമ്മുടെ മീറ്റിങ്ങിൻ്റെ സമയത്തിൽ നിന്ന് വ്യത്യസ്തമായി. ഇന്നിപ്പോൾ ഇവിടെ 25 ബോഡീസ് ഇന്ന് പുതുതായിട്ടെത്തി. ഞാൻ 1 മണിക്കൂർ മുൻപ് നമ്മുടെ ഹെൽത്തിൻ്റെ മീറ്റിംഗ് എടുക്കുമ്പോഴാണ് നിലമ്പൂരിൽ ഇന്ന് 14 ബോഡീസ് പുതുതായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇവിടെ കേൾക്കുന്ന നിലവിളികൾ പോലെ അത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴുള്ള ഒരു നിലവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് ബോഡീസ് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനലായിട്ടുള്ളൊരു കണക്കിപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്പസമയത്തിനകം പറയും. വളരെ വളരെ ദുഃഖകരവും നിർഭാഗ്യകരവുമായിട്ടുള്ളൊരു സാഹചര്യമാണ്. നമുക്ക് ധാരാളം ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങളും NDRFും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഇവിടെ നമ്മൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം സെറ്റ് ചെയ്തത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ, ഒരു 150ഓളം പോസ്റ്റ്മോർട്ടം ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം ഈ ബോഡി ചിലപ്പോൾ കൊണ്ടുവരുന്നത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് വിട്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടം, അതിനുശേഷം താഴെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടി നിൽക്കുക. അതുകൂടാതെ ക്യാമ്പുകൾ, വിവിധ ക്യാമ്പുകൾ, 11ഓളം ക്യാമ്പുകളാണ് ഇന്ന് ഉള്ളത്. 2 ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ 11 ക്യാമ്പുകളിലായി ധാരാളം ആളുകളുണ്ട്. പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനം. അപ്പം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ മുൻഗണന കൊടുക്കുന്ന തീർച്ചയായിട്ടും ചികിത്സ, ഈ ഓട്ടോപ്സിയുടെ കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം, മറ്റു കാര്യങ്ങൾ, ചികിത്സ, അതോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ക്യാമ്പുകളിൽ എല്ലാവരും വിസിറ്റ് ചെയ്യരുത് എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു തിരക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് ദിവസങ്ങൾ കഴിയും തോറും ഡെഡ് ബോഡീസിൽ നിന്നുള്ള ആ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വെള്ളം, അത് താഴെ ഒഴിക്കുന്നത്, അപ്പോൾ അതെല്ലാം സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളിൽ ഇനി ഉള്ളവരുടെ ബാക്കിയുള്ള അതല്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ മറ്റുള്ളവരുടെയും ക്യാമ്പിലുള്ളവരുടെയും ഒക്കെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. പറയാൻ സാധിക്കും. വകുപ്പിൻ്റേതോ 164 എന്ന് 170 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ അത് ഇപ്പോൾ വന്ന ഡെഡ് ബോഡീസ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ മീറ്റിംഗ് എടുക്കുമ്പോൾ 164 ആണ് ടോട്ടൽ നടത്തിയിട്ടുള്ള ഓട്ടോപ്സി. അപ്പോൾ അത് 164 പ്ലസ് അതിൻ്റെ കൂടെ ഇപ്പോൾ നടത്തിയിട്ടുള്ള 6 എണ്ണം കൂടെ ചേർക്കുമ്പോഴാണ് അത് 170 എന്നുള്ളത് വരുന്നത്. ഇവിടെ 28 ബോഡീസ് വന്നിട്ടുണ്ട് മേപ്പാടിയിൽ നിന്ന്. 16 ബോഡി നിലമ്പൂരാണ് വന്നിട്ടുള്ളത്. ചില ആളുകൾ ICUവിലായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരില്ല, 4-5 ആളുകൾ ICUവിലാണ് ഉള്ളത്. അതിലൊരു കുഞ്ഞുൾപ്പെടെ ഉണ്ട്. പിന്നെ മറ്റൊരു കുഞ്ഞിനെ ഇവിടെ നിന്ന് വിംസിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു. കാരണം ശ്വാസനാളത്തിൽ മറ്റെന്തെയോ മഡ് കലർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞ് അവിടെ ICUവിലാണ്. ശരി, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്.